Good afternoon. Good afternoon. Good afternoon, ma'am. Afternoon. Page number 90. Process of negotiation എടുത്തായിരുന്നോ? എടുത്തിട്ടില്ല അല്ലെ? ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ വരെ അല്ലേ എടുത്തിട്ടുള്ളൂ? ഓക്കെ. നമ്മളൊരു ചർച്ചയിൽ അല്ലെങ്കിൽ ഒരു കൂടിയാലോചന സമയത്ത് അല്ലെങ്കിൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ചർച്ചയിൽ എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നത്? അപ്പൊ പ്രധാനമായിട്ടും ഒരു നെഗോഷിയേഷന് 3 ഫേസസ് ഉണ്ട്. ഓക്കെ, 3 ഫേസസ്. അതിൽ ഫസ്റ്റ് ഫേസ് എന്താണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ്. എന്താണ്? അതായത് ചർച്ചയ്ക്ക് തൊട്ട് മുൻപുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പ്രീ നെഗോഷിയേഷൻ ഫേസസിൽ വരുന്നത്. ഓക്കെ, അതിൽ തന്നെ ആ ജസ്റ്റ് മുമ്പ് നമ്മൾ 5 സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് എന്താണ്? കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, analysis consisting of information with other tenders, objective define how much maximum we can go, then developing of strategies, 5 preliminary tactics. അപ്പൊ നമ്മുടെ ഒരു ചർച്ചയ്ക്ക് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ അല്ലെ? നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ വാങ്ങുന്നതിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ എന്താണ്? അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫോർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. അതായത് ടെൻഡർ എന്ന് പറയുന്നത് എന്താണ്? ടെൻഡർ കരാറുകളാണ് അല്ലെ? അതായത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ മറ്റ് ടെൻഡേഴ്സുമായി, മറ്റ് കരാറുകാരുമായിട്ട് നമ്മൾ ആ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് ഒരു വിശകലനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഓരോ ടെൻഡർ അനുസരിച്ച് ഓരോ മെറ്റീരിയൽസിനും പല വിലകളും പല രീതിയിലായിരിക്കും അല്ലെ? അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. അതായത് മറ്റുള്ള ടെൻഡർമാരുമായിട്ട് നമ്മൾ എന്താണ് ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു വിശകലനം ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത് എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ഡിഫൈൻ ഹൗ മച്ച് മാക്സിമം ഗോ. ഇതെന്താണ് പറയുന്നത്? നമ്മള് എത്രത്തോളം നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും അല്ലെ? എത്രത്തോളം സാധനങ്ങൾ നമ്മൾ വാങ്ങണം, എത്രത്തോളം വാങ്ങി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ഒബ്ജക്റ്റീവ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, എത്ര മെറ്റീരിയൽസ് എടുക്കണം, എത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കണം എന്നൊരു തീരുമാനം എടുക്കാം. ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, അവിടെ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ചർച്ചയുടെ സമയത്ത് പുതിയ തന്ത്രങ്ങൾ മെനയാം. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രിലിമിനറി ടാക്ടിക്സ്. അതായത് കുറച്ച് പ്രാഥമികമായിട്ടുള്ള തന്ത്രങ്ങൾ കൂടി നമ്മൾ മെനയും. ഓക്കെ, അതായത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ചിലവാകാനായിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പ്രിലിമിനറി ആയിട്ട് പ്രാഥമികമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കാം എന്നതുകൂടി നമ്മൾ അവിടെ ഈ ഒരു ഫേസിലാണ് അതിനെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ പറയാം. ഓക്കെ, ഞാനൊരു ഇവിടെ ഒരു എക്സാമ്പിൾ പറയട്ടെ. പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കമ്പനിക്കാര് ചില സാധനങ്ങൾ, ഇപ്പൊ നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരുപാട് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ? ഫേഷ്യൽ ക്രീംസ്, ഫേസ് ക്രീംസ്, ബോഡി ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലെ? ആണോ? കഴിക്കാറുണ്ടോ? ഓക്കെ, ആ നമ്മുടെ അതിന്റെ ബോട്ടിൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മള് അതിന്റെ ബോട്ടിൽസിൽ സൺസ്ക്രീൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് പക്ഷെ വില കൂടുതലായിരിക്കും
പക്ഷെ അതിന്റെ ഒരു ഓപ്പണിംഗ് സ്പേസസിൽ ചെറിയൊരു ഹോൾ ആയിരിക്കും അല്ലെ, ചെറിയൊരു രീതിയിലായിരിക്കും അതിന്റെ ഓപ്പണിംഗ് വരുന്നത്. അപ്പൊ ചെറുതാണെങ്കിൽ എന്താണ്, നമ്മൾ എടുക്കുന്ന സാധനം കുറേശ്ശെ അളവില് നമ്മുടെ കയ്യിലേക്ക് സൺസ്ക്രീൻ വീഴുള്ളൂ അല്ലേ അല്ലേ. അതായത് വലിയ രീതിയിൽ ഇരിക്കുമെങ്കിലും അതിന്റെ ഓപ്പണിംഗ് സ്പേസസിൽ എന്തായിരിക്കും, ചെറിയ രീതിയിലേക്ക് നമ്മൾ ആ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ അതേ സമയത്ത് എന്താണ്, ചിലതിൽ എന്താണ് അതിന്റെ വലിപ്പം കൂട്ടി തരില്ല, അതിന്റെ ഓപ്പണിംഗ് സ്പേസസിൽ തന്നെ വലിപ്പം കൂടുതൽ, നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ കുറെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കുറെ സൺസ്ക്രീൻ നമ്മുടെ കയ്യിലേക്ക് വീഴും. ഓക്കെ, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് ശരിക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് തീരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പെട്ടെന്ന് തീരുന്നതിനനുസരിച്ച് നമ്മൾ ആ സാധനം പിന്നെയും വാങ്ങിക്കും. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ ഫുൾ എയർ ആണ്. ശരിയാണ്, ചില സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഒരു 5 ദിവസം 10 ദിവസം ഉപയോഗിക്കാൻ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പൊ നമ്മള് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കും, തീർന്നാലും പിന്നെ നമ്മൾ വാങ്ങിക്കും. അപ്പൊ ഒരു വീണ്ടും വാങ്ങിക്കാനായിട്ട് ഇത്തരം ചെറിയ പ്രൊഡക്ട്സിന് വലിയ ഹോൾസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ വലിയ ഓപ്പണിംഗ് സ്പേസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, നോ യൂസ് കോസ്മെറ്റിക് ഐറ്റംസ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിക്കാനാണ്. അത്തരം സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ നെഗോഷിയേഷൻ ഫേസ്, അതായത് ചർച്ചയ്ക്ക് മുൻപായിട്ട് നമ്മളത് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഒരു ഫസ്റ്റ് ഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ ഈ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചർച്ചയ്ക്ക് തൊട്ട് മുൻപുള്ള ഒരു ഘട്ടത്തിലാണ് അല്ലെ. ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ, മെറ്റീരിയലിനെ കുറിച്ചിട്ടൊരു കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ മറ്റ് ടെൻഡേഴ്സിന്റെ അല്ലെങ്കിൽ മറ്റ് കരാറുകാരുമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്താണ്, എത്രത്തോളം മാക്സിമം പ്രൊഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും അതിനെ പറ്റിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ ഒരു കുറച്ച് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാം. അതേപോലെ തന്നെ പ്രിലിമിനറി പ്രാഥമികമായിട്ടുള്ള തന്ത്രങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചർച്ചയ്ക്ക് തൊട്ടുമുള്ള ഘട്ടത്തിൽ നമ്മളിതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കണം സെക്കൻഡ് ഘട്ടത്തിലേക്ക് പോയേണ്ടത്. സെക്കൻഡ് ഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്, ചർച്ചയ്ക്ക് ശേഷമുള്ള ഘട്ടം ഏതായിരിക്കും, ചർച്ചയ്ക്ക് മുൻപുള്ള ഘട്ടമാണ് പ്രീ നെഗോഷിയേഷൻ ഫേസ്. മീറ്റിംഗ് ഫേസ് എന്താണ്, അപ്പോ ചർച്ച നടക്കുന്ന ഘട്ടമാണോ മീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് അല്ലേ, ആണോ? പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കുന്നതാണ് എന്ത്, മീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ 1 മീറ്റിംഗ്. പക്ഷെ ഒരു മീറ്റിംഗിൽ ഒന്നും കൊണ്ട് നമുക്ക് എന്താണ് ഒരു മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ആ മീറ്റിംഗിനെ തന്നെ, മീറ്റിംഗ് ഫേസിനെ തന്നെ നമ്മൾ 3ആയിട്ട് പിന്നീട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. ഓക്കെ, ഓരോ മീറ്റിംഗും എന്താണെന്ന് നമുക്ക് നോക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, 2 parties introduce themselves and information analyzed. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ആരൊക്കെ തമ്മിലാണ്, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തമ്മിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ആ 2 പാർട്ടികളുടെ എന്താണ് സ്വയം പരിചയപ്പെടുത്തലാണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ പരിചയപ്പെട്ടതിനു ശേഷം അവരുടെ ഒരു വിശകലനം ചെയ്യുന്ന ഒരു ഘട്ടമാണ് എന്താ, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. ഓക്കെ, അവിടെ സംസാരിച്ചതിന് ശേഷം ഇൻഫർമേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ മീറ്റിംഗ് സെക്ഷൻ എന്താണ്, ഡിസ്കഷൻ മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത്, ഹോസ്പിറ്റൽ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട് ഏതാണോ ഇഷ്യൂ അതിനെ കുറിച്ച് അവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അതായത് പ്രധാന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന മീറ്റിംഗ് ആണ് ദ ഡിസ്കഷൻ മീറ്റിംഗ്. ഓക്കെ, എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ എന്തായിരുന്നു, അവൻ സ്വയം പരിചയപ്പെടുത്തലാണ് അല്ലെ. സെക്കൻഡ് മീറ്റിംഗ് ആണെന്ത്, അവിടെ ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നാമത്തെ മീറ്റിംഗ് ഏതാണ്, എഗ്രിമെന്റ് മീറ്റിംഗ്. നമ്മുടെ ഡിസ്കഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എഗ്രിമെന്റ് റീച്ച്ഡ് അറ്റ് ദ കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. എന്താണ് എഗ്രിമെന്റ് മീറ്റിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞേ. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്ട് ഈസ് സൈൻഡ് ബൈ ബോത്ത് പാർട്ടീസ്. 2 പാർട്ടികൾ തമ്മിൽ എഗ്രിമെന്റ് ഓക്കെ ആയതിനു ശേഷം മെറ്റീരിയൽ വാങ്ങാനുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായി അത് സൈൻ ചെയ്യുന്ന ഫേസ് ആണ് എന്ത്, എഗ്രിമെന്റ് മീറ്റിംഗ് അല്ലെ. കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണ് എന്ത്, എഗ്രിമെന്റ് മീറ്റിംഗ് അല്ലെ. ഓക്കെ, നമ്മൾ ഒന്നുകൂടി പറയാണ്, മീറ്റിംഗ് ബേസിസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ് ആണ് എഗ്രിമെന്റ് മീറ്റിംഗ്. അത് 3 ക്ലിയർ ആണോ? ഓക്കെ,
നമ്മളപ്പോ 3 ഫേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫേസ് ആണ് ഏത് പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്. മൂന്നാമത്തേതാണ് എന്ത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഇതിനെ പോസ്റ്റ് ഫേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇത് എഗ്രിമെന്റ് നടപ്പാക്കുന്ന ഒരു ഘട്ടമാണ്. നമ്മൾ സൈൻ ചെയ്ത എഗ്രിമെന്റ് നടപ്പാക്കുന്ന ഘട്ടമാണ് എന്ത് എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഘട്ടമാണ് അല്ലെ. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ഈ എഗ്രിമെന്റ് നടപ്പിലാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഏതൊക്കെ സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നതുണ്ട്? ഒന്ന്, to place the purchase order, inspection at the source. ഫസ്റ്റ് വൺ എന്താണ്? to place the purchase order. അപ്പൊ നമ്മള് അഗ്രിമെന്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് പർച്ചേസിനുള്ള ഓർഡർ കൊടുക്കും അല്ലെ. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ആ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുന്നു. പിന്നെ എന്താണ് ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മള് വാങ്ങുന്ന മെറ്റീരിയൽ അവർ എവിടെ നിന്നാണ് തരുന്നത്? ഗോഡൌണിൽ നിന്നാണോ, അല്ലെങ്കിൽ നേരിട്ട് കമ്പനി ബുക്ക് ചെയ്യണയാണോ, അല്ലെങ്കിൽ മറ്റൊന്ന് എവിടെന്നെങ്കിലും ആണോ ഇത് തരുന്നത്? ഏത് സോഴ്സിൽ നിന്നുമാണ് നമുക്ക് ആ മെറ്റീരിയൽ തരുന്നത് എന്നതിനെ പറ്റി നമ്മളൊരു ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, യെസ്. അതായത് തരുന്ന ആളുടെ ഉറവിടം എവിടെയാണ്, മെറ്റീരിയൽസ് തരുന്ന ആൾക്കാരുടെ സോഴ്സ് എവിടെയാണെന്ന് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ്? to receive a particular item in our stores. to receive a particular item in our stores. എന്താണ് പറയുന്നത്? to receive a particular item in our stores. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഐറ്റം നമ്മൾ റിസീവ് ചെയ്തു. അതായത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ആ കമ്പനിയിൽ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്ത് വെക്കും. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ് എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ് എന്ന് പറയുന്നത് എന്താ? പ്രിമൈസസ് എന്തായിരിക്കും? പ്രിമൈസസ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസസ്. ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു പെർട്ടിക്കുലർ ഐറ്റം വാങ്ങി അതിനുശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? വാങ്ങിച്ച മെറ്റീരിയൽസ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം എന്താണ് അതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യും, ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം എന്താണ് നമ്മൾ അതൊന്ന് ഇൻസ്പെക്ട് ചെയ്യും. അതായത് എന്തെങ്കിലും തരത്തിൽ ഡാമേജസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ, അതായത് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് കേട്ടോ ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമൈസ്. നമ്മുടെ സ്ഥലത്ത് അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അപ്പോ എന്തെങ്കിലും ഡാമേജസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നല്ല മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യും. ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും അല്ലെ. അത് റിജക്ട് ചെയ്തത് തിരിച്ചുവിടും അല്ലെ. റിജക്ട് ചെയ്ത് വിടുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോ ഈ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ മെറ്റീരിയൽസിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയുന്നത്. നല്ല മെറ്റീരിയൽസ് ആണ് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത പക്ഷം അത് റിജക്ട് ചെയ്യും. ദെൻ റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. നമ്മൾ വാങ്ങിയ മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും, അത് രേഖപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. ഇൻസ്റ്റാളിംഗ് ഓർ സ്റ്റോറിംഗ്. ഇനി നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു സ്ഥിരമായ അസറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന അസറ്റ്സ് ആണ് അല്ലെ. നമ്മുടെ സ്കാനിങ് മെഷീൻസ് അല്ലെങ്കിൽ എക്സ്റേ മെഷീൻസ് ഒക്കെ, അതൊക്കെ എന്താണ്? നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. ഇതൊക്കെ എന്താണ്? കണക്ട് ചെയ്യാവുന്ന സാധനങ്ങളാണ്. എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളാണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അത് സ്ഥിരമാസ്തി എന്നൊക്കെ പറയില്ലേ നമ്മള്. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്താണ്? പേയ്മെന്റ് ആണ്. നമ്മൾ വാങ്ങിച്ച സാധനം നമ്മൾ എവിടെയാണോ അവിടെ ഏത് ഏരിയയിലാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്തു. ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പേയ്മെന്റ് കൊടുത്തത് സെറ്റിൽ ചെയ്യലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ, എക്സിക്യൂട്ടീവ് ഫേസിൽ
ആദ്യം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. മീറ്റിംഗ് ബേസിസിൽ നമ്മൾ 3 രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തി. ദെൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു. എഗ്രിമെന്റ് സൈൻ ചെയ്തതിനു ശേഷം പിന്നുള്ള സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. അവരെവിടെ നിന്നാണ് ഈ സാധനങ്ങൾ കൊണ്ടുവരുന്നതിന്റെ സോഴ്സ് നമ്മൾ കണ്ടെത്തുന്നു. പിന്നെന്താണ്, ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ റിസീവ് ചെയ്യുന്നു. ദെൻ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ശേഷം നമ്മളത് എന്താണ് ചെക്ക് ചെയ്യുന്നു. എന്തെങ്കിലും ക്വാളിറ്റീസോ അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റിജക്ട് ചെയ്യുന്നു, അല്ലാത്തത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ ഈ വാങ്ങിച്ച സാധനങ്ങളെ കുറിച്ചിട്ട് സ്റ്റോക്ക് രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രോസസ് ഉണ്ട് അല്ലെ, മെറ്റീരിയൽസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് പേയ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, എന്നാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെന്റ് ആണ്. മനസ്സിലായോ? ശരി. ഇനി നെക്സ്റ്റ് വരുന്നത് പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് പ്രൊസീജിയേഴ്സ് തന്നെ കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ, കമ്പാരിറ്റീവ് സെറ്റിൽമെന്റ് സ്റ്റേറ്റ്മെന്റ്, പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ് ബിൽ. ഓക്കെ, പർച്ചേസ് ചെയ്യുന്നതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് നമ്മളിനി പറയുന്നത്. ആദ്യം പർച്ചേസ് റിക്വസിഷൻ ആണ് പറയുന്നത്. എന്താണ്? ആദ്യം നമ്മൾ എന്താണോ അവർ വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് ആവശ്യപ്പെടുന്നത് അല്ലെ. പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് അഭ്യർത്ഥന അല്ലെ, വാങ്ങൽ അഭ്യർത്ഥന എന്ന് പറയുന്നത്. റിസീവ്ഡ് ഫ്രം യൂസ് ഡിപ്പാർട്ട്മെന്റ് to the purchasing department, it consists of quantity of material, specification of material, date in which the item should be received. എന്താണ് പർച്ചേസ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണ് എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യം എന്നുള്ളതിനെ കുറിച്ച് ഒരു എൻക്വയറി നടത്തും അല്ലെ. അതിനുശേഷം ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം, എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ഉള്ള മെറ്റീരിയൽസ് വേണം. അതായത് സ്പെസിഫിക്കേഷൻ ഉള്ള മെറ്റീരിയൽസ് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽസ് അല്ലെ, എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അത് എത്ര വേണം, ഏത് ഡേറ്റിന് വേണം, ഏത് സമയത്ത് നിങ്ങൾക്ക് ആ ഐറ്റം റിസീവ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് പർച്ചേസ് റിക്വസിഷനിൽ വരുന്നത്. അതായത് പർച്ചേസിംഗ് മാനേജർ ആയിരിക്കുള്ളൂ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും എന്തന്വേഷിക്കുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ മെറ്റീരിയൽ ആവശ്യമാണെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എന്ത് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഡിവൈസസ് ആവശ്യമാണ്. അതിന് മെറ്റീരിയൽസ് അവിടെ ഇല്ല, അവരെന്ത് ചെയ്യും? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. എത്ര മെറ്റീരിയൽസ് വേണം എന്നുള്ള നമ്പർ അടക്കം, എപ്പോ വേണം, ഏത് ഡേറ്റിൽ അത് കിട്ടണം എന്നുള്ളത് കൃത്യമായിട്ട് ഓർഡർ കൊടുക്കുന്നു. ഇതാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് അഭ്യർത്ഥന ആവശ്യപ്പെടലാണ് കേട്ടോ. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രൊസീജിയർ പർച്ചേസ് റിക്വസിഷൻ. സെക്കൻഡ് പ്രൊസീജിയർ എന്താണ്? പർച്ചേസ് എൻക്വയറി. Purchase enquiry from purchase department to the supplier include lead time, quantity and specification. ഇനി purchase enquiry ആണ്. എന്താണ് എൻക്വയറി സെക്ഷൻ എന്ന് പറയുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലയറോട് എന്താണ് എൻക്വയറി നടത്തുന്നത് അല്ലെ. അതായത് ലീഡ് ടൈം, ഏത് സമയം, എത്ര ടൈം ഗ്യാപ്പിനുള്ളിൽ സാധനങ്ങൾ വരും, എത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻക്വയറി, അന്വേഷണം അല്ലെ, പർച്ചേസ് എൻക്വയറി നടത്തപ്പെടുന്നത്. ഇതാണ് സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ലീഡ് ടൈം അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ ലീഡ് ടൈം? ഓർമ്മയുണ്ടോ? ലീഡ് ടൈം എന്താണ്? ലീഡ് ടൈം പറഞ്ഞേ. ലീഡ് ടൈം എന്താണെന്നാ പഠിച്ചത് നമ്മള്? ഡെലിവറി ടൈം ആണ് അല്ലെ. അതായത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം കിട്ടുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ് ആണ് എന്ത് ലീഡ് ടൈം എന്ന് പറയുന്നത് അല്ലെ. യെസ്, യെസ്, വെരി ഗുഡ്.
അതുമായി ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടത്തുക. എപ്പോഴാണ് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എൻക്വയറി, പർച്ചേസ് എൻക്വയറി നടത്തുന്നു. തേർഡ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി എക്സെട്ര. കൊട്ടേഷൻ ഫ്രം സപ്ലയർ. എന്താണ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്? കൊട്ടേഷൻസ് ഇപ്പൊ കരാർ അടിസ്ഥാനത്തിൽ ഇന്ന മെറ്റീരിയൽസ് കൊടുക്കാനുണ്ടെന്നൊക്കെ കേൾക്കാറില്ലേ നമ്മള്? കരാർ അടിസ്ഥാനത്തിൽ ഓർഡർ ആണോ? കരാറാണ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. അപ്പൊ കൊട്ടേഷൻ ഫ്രം ദ സപ്ലയർ. അപ്പൊ നമ്മള് സപ്ലയറിൽ നിന്ന് കൊട്ടേഷൻസ് വാങ്ങിക്കുന്നത്, അതായത് നമുക്ക് എത്ര പ്രൈസിൽ മെറ്റീരിയൽ വേണം, എത്ര ക്വാണ്ടിറ്റി വേണം അല്ലെ? ഇതൊക്കെ നമ്മൾ ആരോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സപ്ലയറുമായിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ് കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇത്ര മെറ്റീരിയൽസ് നമുക്ക് ഇത്ര പ്രൈസിന് വേണം, ഇത്ര ക്വാണ്ടിറ്റി വേണം എന്ന് നമ്മളൊരു കരാറിലോ ഒരു എഗ്രിമെന്റിൽ അവിടെ തീരുമാനിക്കുകയാണ്. ഓക്കെ, അതാണ് കൊട്ടേഷൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്. ദെൻ comparative statement, compare different quotations. Comparative statement, compare different quotations. നമ്മള് കരാർ അടിസ്ഥാനത്തിൽ പല കമ്പനീസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും, അതായത് മറ്റ് കരാറുകളുമായിട്ട്. അപ്പൊ നമുക്ക് ഏറ്റവും യോജിച്ച കരാർ ഏതാണ്, യോജിച്ച കൊട്ടേഷൻ ഏതാണ്, അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് കൊട്ടേഷൻസ് പലതും ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ ഒരാൾ തരാൻ തയ്യാറായാലും നമ്മൾ അതായിരിക്കില്ല സ്വീകരിക്കുന്നത്. നല്ല മെറ്റീരിയൽസ് നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമ്മൾ വാങ്ങിക്കാൻ നോക്കിയാൽ ഏത് കൊട്ടേഷൻ ആണോ ഓക്കെ എന്നത് അതായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഒന്നുകൂടി പറയുന്നത്, നമുക്ക് ഓൾറെഡി ഒരു കരാറടിസ്ഥാനത്തിലുള്ള ഒരു മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ മറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കൊട്ടേഷൻസ് കൂടി നമ്മൾ ആ കരാറ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ മറ്റുള്ളവരുടെ കൊട്ടേഷൻ ആണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അത് സെലക്ട് ചെയ്യും, മറ്റേത് റിജക്ട് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ അത്. പിന്നെന്താ? പർച്ചേസ് ഓർഡർ. ഇപ്പൊ നമ്മള് കരാറൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. എന്താണ് പർച്ചേസ് ഓർഡർ? ഇസ് എ ലീഗൽ ഡോക്യുമെന്റ് ആണ് അല്ലെ? പർച്ചേസ് ഓർഡർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. ആരൊക്കെ തമ്മിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആരൊക്കെ തമ്മിലുള്ള ഒരു ഡോക്യുമെന്റ് ആണിത്? ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. അണ്ടർലൈൻ ചെയ്തേ. The purchase order is a document created by the buyer and serves the purpose of ordering goods from the supplier. ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ക്രിയേറ്റഡ് ബൈ ദ ബയർ ആണ് അല്ലെ? ഓക്കെ, ബയർ ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. Then every purchase order should contain the correct time, correct date, name, address of the hospital, supplies, description of goods, price of item, order number, terms and condition, cash, credit purchase, then mode of payment, signature of the authorized person. ഓക്കെ, ഇപ്പൊ പർച്ചേസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഈ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ബയർ ആണ്. ഓക്കെ, അതായത് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് നമ്മൾ ഓർഡർ ചെയ്യും. അപ്പൊ ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്യണേ. പർച്ചേസ് ഓർഡറിൽ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, സപ്ലൈസ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കണം, ഏത് മെറ്റീരിയൽ ആണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടായിരിക്കണം, പ്രൈസ് ഓഫ് ദ ഐറ്റം, വാങ്ങിക്കുന്ന സാധനത്തിന്റെ യഥാർത്ഥ വില ഉണ്ടായിരിക്കണം, ഓർഡർ നമ്പർ, ഇത്രയും ശ്രദ്ധിക്കുക, ഓർഡർ നമ്പർ ഉണ്ടായിരിക്കണം, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇത് ക്യാഷ് പർച്ചേസ് ആണോ ക്രെഡിറ്റ് പർച്ചേസസ് ആണോ എന്നുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. മോഡ് ഓഫ് പേയ്മെന്റ്, ഏത് മോഡ് ഓഫ് പേയ്മെന്റിലാണ് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നത്? ചെക്ക് ആയിട്ടാണോ ക്യാഷ് ആയിട്ടാണോ? ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ. പിന്നെ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യത്തില്ല? സിഗ്നേച്ചർ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓതറൈസ്ഡ് പേഴ്സണിനെ സൈൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. ബയർ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും?
മെറ്റീരിയൽസിന്റെ ഡേറ്റ് മുതൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ സൈൻ വരെ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായുള്ളേ? ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഈ ഒരു രീതിയിൽ തന്നെ പോകുള്ളൂ. അറിയാലോ? നിങ്ങൾ ഇത്രയും വിചാരിച്ചത് ഹോസ്പിറ്റൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത് കേട്ടോ. ചില സമയത്ത് എനിക്ക് ക്ലാസ് എടുക്കുമ്പോൾ തോന്നുന്നു എക്കണോമിക്സ് ആണോ കൊമേഴ്സ് ആണോ പഠിപ്പിക്കുന്നത് എന്നൊക്കെ, മാർക്കറ്റിംഗ് ആണോ എന്നൊക്കെ തോന്നുന്നുണ്ട്. കേട്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? ചില സബ്ജക്ട് ചില ടോപ്പിക്സ് നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റും, ചിലത് ഭയങ്കര ഇതൊരു ബോറ് ചാപ്റ്റർ ആണോ? ആണോ? ഇച്ചിരി ഡ്രൈ ആണല്ലേ ഇത്? 3 and 4 കുറച്ച് ഡ്രൈ ആണ്. അപ്പം വേണ്ടോ നിങ്ങൾക്ക്? ചില എന്തിനാ പഠിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോ, പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെ പഠിക്കുന്നുള്ളൂ കേട്ടോ. അതെ, അത് അത്യാവശ്യമാണ് കുറെ കാര്യങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്കത് ആ ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴൊക്കെ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇതിനാണ് ഇപ്പൊ ചില കാര്യങ്ങൾ കേട്ടാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോ ഇതൊക്കെ ആവശ്യമായിട്ട് അതിൽ വരും. അത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പഠിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചതിന് എന്തെങ്കിലും ഒക്കെ ഒരു ഇതുണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ജോലി കിട്ടുമ്പോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടീച്ചർ പറഞ്ഞു തരാറുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പർച്ചേസ് ഓർഡർ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ലാസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരും കേട്ടോ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എല്ലാ വാരി വലിച്ചൊന്നും പഠിക്കണ്ട കേട്ടോ. ഇനി ഇൻവോയ്സ് ഓർ ബില്ലിംഗ്. പർച്ചേസിംഗ് പ്രൊസീജിയറിലെ ലാസ്റ്റ് എന്താണ്? ഇൻവോയ്സ് ബിൽ. ഇൻവോയ്സ് ഓർ ബിൽ, ഇൻവോയ്സ് ബില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻവോയ്സ് ബിൽ എന്ന് പറയുന്നത് എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. എന്താണ് പഠിച്ചത്? The invoice is created by the supplier and show how much the buyer is going to pay for goods bought from the supplier. Invoice bill എന്ന് പറയുന്നത് എന്താണ്? ആരാണ് തയ്യാറാക്കുന്നത് ഇൻവോയ്സ് ബില്ല്? ക്രിയേറ്റഡ് ബൈ ദ സപ്ലയർ അല്ലെ? സപ്ലയർ ആണ് അല്ലെ, വിതരണക്കാരനാണ് ഇത് തയ്യാറാക്കുന്നത്. ഇൻവോയ്സ് ബില്ലിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഗുഡ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇൻവോയ്സ് ബില്ല് പഠിച്ചത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബില്ലാണ് അല്ലെ? ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു ബില്ലാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും? പ്രൈസ്, ക്വാണ്ടിറ്റി, എത്ര ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് എടുത്തിരിക്കുന്നത്, കസ്റ്റമേഴ്സിന്റെയും സപ്ലൈസിന്റെ ഒക്കെ സപ്ലയറുടെ ഒക്കെ ഡീറ്റെയിൽസ് എന്തിലുണ്ടായിരിക്കും? ഇൻവോയ്സ് ബില്ലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? സപ്ലയർ ആണ് കേട്ടോ. ഇൻവോയ്സ് ബില്ല് നമ്മൾ ചോദിച്ചു വാങ്ങുകയും വേണം. കാരണം എന്തിനാണ്? നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ഇത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബില്ല് ആവശ്യമാണ്. ഓക്കെ, given by the supplier to the purchase department. When the item is distributed, the bill are cleared by the finance or accounts department. So invoice bill നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ ഐറ്റം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ബില്ല് ആവശ്യമാണ് അല്ലെ? ബില്ല് ക്ലിയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസിംഗ് പ്രൊസീജിയറിൽ ഫസ്റ്റ് നിങ്ങൾ ഓരോന്നിന്റെ ഹെഡ് ലൈൻസ് പഠിച്ചു വെക്കും കേട്ടോ. പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പർച്ചേസ് റിക്വസിഷൻ ആണ്. പർച്ചേസ് എൻക്വയറി, quotation from the supplier to the purchase department, comparative statement, compare different quotation, purchase order and invoice bill. അപ്പൊ ഓരോന്നിന്റെ കീഴിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നെന്ന് ഹെഡ് പോയിന്റ്സ് എങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഹെഡ് പോയിന്റ്സ് പഠിക്കാം കേട്ടോ.
മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ചുരുക്കി പറഞ്ഞിരിക്കുന്നതാണ് ദേ ഇവിടെ കണ്ടോ. നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെല്ലാം ഇവിടെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നത്. എൻ്റർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോക്കാം. പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രീ പർച്ചേസിംഗ് സിസ്റ്റത്തില് പർച്ചേസിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് റിക്വസ്റ്റ് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യാനുള്ള സാധനം ആവശ്യപ്പെടുന്നു. പർച്ചേസ് എൻക്വയറി നടത്തുന്നു, റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ പഠിച്ചത് അത് തന്നെയല്ലേ അല്ലേ? ഓക്കെ. പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ ഓർഡറിംഗ് സിസ്റ്റം, നമ്മൾ സാധനം പർച്ചേസ് ചെയ്തതിനു ശേഷം എന്താണ് അത് ഓർഡർ ചെയ്യുക അല്ലെ? ഓർഡറിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നു? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ് എടുക്കുന്നു. പിന്നെന്താണ്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തില് എന്തൊക്കെ വരുന്നുണ്ട്? പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തില് റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ബിൽസ് അല്ലെ? നമ്മള് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിലാണ് നമ്മള് മെറ്റീരിയൽസ് റിസീവ് ചെയ്യുന്നു, ഇൻസ്പെക്ട് ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് ബില്ല് പേ ചെയ്യുന്നതോടുകൂടി എന്താണ്? പർച്ചേസിംഗ് പ്രൊസീജിയർ അവസാനിക്കുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ബ്രീഫ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് നോക്കി വെച്ചാൽ മതി. അപ്പൊ പ്രൊസീജിയർ, നമ്മളെ പർച്ചേസിംഗ് പ്രൊസീജിയർ നമ്മളിവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? പ്രീ പർച്ചേസ്, ഓർഡറിംഗ് സിസ്റ്റം ആൻഡ് പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. ഒരു സാധനം ഓർഡർ കൊടുത്തു, അത് കൃത്യമായിട്ട് വാങ്ങി, ദെൻ അത് എന്താണ്? അത് ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ ബില്ല് പേ ചെയ്തതോടുകൂടി എന്താണ്? പർച്ചേസിംഗ് പ്രൊസീജിയർ അവസാനിച്ചു. ഓക്കെ. യെസ്. അടുത്തത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആണ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന സാധനങ്ങളാണ് അല്ലെ? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാണ്, ഏറ്റവും കൂടുതൽ വില അല്ലെ? മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മേജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത്? പ്രധാന നിക്ഷേപമാണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ? ഇത് നമ്മുടെ എക്സ്റേ മെഷീൻസ്, MRI മെഷീൻസ് ഒക്കെ എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സുകളാണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങുന്ന ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണ് ഏതാണ്? നമ്മുടെ വീട്ടില് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം ഏതായിരിക്കും നമ്മുടെ വീട്ടില് ഉള്ളവരാണെങ്കിൽ? കാറ് അല്ലെ? കാർ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാം അല്ലെ? നമ്മളെ വാങ്ങിക്കുന്നതിൽ ഏറ്റവും വില കൂടിയ ഒരു സാധനമായിരിക്കും അല്ലെ? ഓക്കെ. എക്സാമ്പിൾ പറഞ്ഞ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്താണ്? ഏറ്റവും ടോപ്പ് MRI മെഷീൻസ് ആയിരിക്കാം, എക്സ്റേ മെഷീൻസ് ആയിരിക്കാം. ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാന നിക്ഷേപങ്ങൾ അവയായിരിക്കും. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ്. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും വില കൂടിയ സാധനങ്ങൾ എപ്പോഴും പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആവർത്തിച്ച് പർച്ചേസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്. മനസ്സിലായോ? നമുക്കത് വില കൂടിയ സാധനങ്ങൾ ആയതിനാൽ തന്നെ എന്താണ്? നമ്മളത് റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കുന്നില്ല. അതായത് മണി സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വില കൂടിയ ഒരു സാധനം വാങ്ങിച്ച് ദീർഘകാലം നാളത്തേക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ അവിടെ റിപ്പീറ്റേഷൻ ആവശ്യമായിട്ട് വരുന്നില്ല. Then include the major operation of hospital. Includes the major operation of the hospital. ഇതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻ ഓഫ്. നമ്മൾ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ വില കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? മേജർ ഓപ്പറേഷൻസ്, ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അതായത് സ്കാനിങ് മെഷീൻസുകൾ ഒക്കെ എന്താണ്? നമ്മൾ മേജർ ഓപ്പറേഷൻസിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ. Then in case of financial or accounting terms, capital equipment is called fixed asset.
ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ ഓർ അക്കൗണ്ടിങ് ടേംസ്. അപ്പൊ നമ്മള് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ നിങ്ങൾ അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. എന്താണ്? സ്ഥിര ആസ്തി എന്ന് വിളിക്കപ്പെടുന്നു അല്ലെ. ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റിനാണ് നമ്മൾ ഏറ്റവും വില കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു എക്യുപ്മെന്റിനെ വിളിക്കുന്നതാണ് നമ്മൾ എന്ത്, അക്കൗണ്ടിങ് ടേംസിൽ പറയുന്ന ഒരു പദമാണ് എന്ത്, ഫിക്സ്ഡ് അസറ്റ് അഥവാ സ്ഥിര ആസ്തി എന്ന് പറയുന്നത്. നമുക്ക് ദീർഘനാളിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മള് ഹോസ്പിറ്റലിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ് എന്ത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ നമുക്ക് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ് ആണ്, നമ്മൾ നിരന്തരമായിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഫിനാൻഷ്യൽ ടേംസിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് അസറ്റ്. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പോയിന്റ് അണ്ടർലൈൻ ചെയ്തേ. മറന്നുപോയത് ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ നമ്മൾ പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് അഥവാ സ്ഥിര ആസ്തി എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായോ? വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്? Okay. Next നോക്കാം. Hospital equipment management consists of 5 points. Hospital equipment management. ഒരു ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ മാനേജ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് കുറച്ച് 5 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്ന്? അതായത് ഹോസ്പിറ്റലിൽ ഒരു ഉപകരണം വാങ്ങിക്കും അത് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്ന്, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്. എന്താണ്? ആ ഒരു എക്യുപ്മെന്റ് വാങ്ങാനുള്ള ഒരു പ്ലാനിങ് അല്ലെ. ഇതിപ്പോ നമ്മൾ ഏതൊരു മെറ്റീരിയൽ വാങ്ങാൻ പോകുന്ന, ഒരു ഉപകരണം വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അത് പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ദെൻ പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ പ്ലാൻ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്ലാൻ ചെയ്ത എക്യുപ്മെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? നമ്മൾ പ്ലാൻ ചെയ്തു ഒരു ഉപകരണം വാങ്ങാമല്ല. പർച്ചേസ് ചെയ്തു. വെരി ഗുഡ്. പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. പർച്ചേസ് ചെയ്തിച്ചു അല്ലെ, വാങ്ങിച്ചു. പിന്നെ എന്താണ്? വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്. അതിനെ നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുന്നതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ ചെയ്തതിനു ശേഷം എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ് എന്താണ്? നമുക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ. നല്ല രീതിയിൽ അത് അവൈലബിലിറ്റി ഉള്ള പോലെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ ഫിഫ്ത്ത് വൺ എന്താണ്? ഉപയോഗിച്ചതിന് ശേഷം ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. നമ്മുടെ ഉപയോഗത്തിന് ശേഷം അതിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അതില് എന്തെങ്കിലും ഡാമേജസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അതിൻ്റെതായ രീതിയിൽ അതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്കാർപ്പിന് കൊടുക്കും അല്ലെ. അതിൽ സ്കാർപ്പിന് കൊടുക്കും, അല്ലാതെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഉപകരണം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും പ്ലാൻ ചെയ്യേണ്ട 5 കാര്യങ്ങളാണ്. ഒന്ന്, ഏതാണോ സാധനം വാങ്ങിക്കുന്നത് അതുമായി പ്ലാൻ ചെയ്യുക, അത് വാങ്ങിക്കുക, പർച്ചേസ് ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഉപയോഗശേഷം എന്താണ്? അതിനൊരു മൂല്യം കിട്ടുന്ന രീതിയിൽ അതിനെ നിരസിക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്കാർപ്പിന് കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലനേഷൻസിലൂടെ പിന്നെയും പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്ലാനിംഗ് ദ എക്യുപ്മെന്റ്. ചൂസ് the alternative and select best one. Important point is very needed. എന്താണ് പറയുന്നത്? നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ പല മാർഗങ്ങളിലൂടെ നമ്മൾ പല സപ്ലൈസിനെ തിരഞ്ഞെടുക്കും അല്ലെ. നമ്മൾ അത് അന്വേഷിച്ചതിന് ശേഷം ഏറ്റവും നല്ല മെറ്റീരിയൽ തരുന്നത് ആരാണ് അവരെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. ഏറ്റവും നല്ല സപ്ലൈറെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് കണ്ടുപിടിക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, പ്ലാനിംഗ് എക്യുപ്മെന്റ്. അതിനുശേഷം നമ്മളത് പർച്ചേസ് ചെയ്യാൻ പോവാണ് അല്ലെ.
പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പർച്ചേസ് ചെയ്യുന്നതിന് 9 മേജർ സ്റ്റെപ്സ് ഉണ്ട്. നിങ്ങളൊന്ന് നോക്കി ഈ ചാപ്റ്റർ പോണ പോക്ക് കണ്ടോ? ഒന്നിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഭയങ്കര ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭയങ്കര കണക്റ്റഡ് ആണ് ഈ ഒരു ചാപ്റ്റർ. യെസ്, നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്തു. നോക്കി കഷ്ടമൊന്നുമില്ലടോ, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും കേട്ടോ. 9 മേജർ സ്റ്റെപ്സ്, 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് ഇൻ എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. നമ്മളിപ്പോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ 9 സ്റ്റെപ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ഏതൊക്കെയാണ് 9 സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്. ടു ഫോർകാസ്റ്റ് ഡിമാൻഡ്, നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ ആദ്യം മുൻകൂട്ടി കാണുക. എന്താണ്? നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഇത് എത്ര രൂപ ചിലവാക്കേണ്ടി വരും, എത്ര രൂപ മാറ്റി വെക്കേണ്ടി വരും, അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഇതിന് ഏറ്റവും ആവശ്യമുള്ള മെറ്റീരിയൽ ആണോ ഇത് എടുക്കുന്നതിന്, വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും നമ്മളത് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കുള്ളൂ നമ്മളിത് വാങ്ങിക്കുന്നത്, അല്ലെ? ഇപ്പൊ വാങ്ങിച്ചത് നല്ലൊരു പ്രൈസിൽ കിട്ടുമായിരിക്കും, കുറച്ചാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് പൈസ കൂടുമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മള് മനസ്സിലൊന്നും കണക്ക് കൂട്ടും, അല്ലെ? ഓക്കെ. അപ്പൊ ഫോർകാസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ആദ്യം കാണുന്നു. ഓക്കെ, മനസ്സിലായോ? ഫോർകാസ്റ്റ് ഡിമാൻഡ് എന്താണ്? യെസ്. നെക്സ്റ്റ്, സോഴ്സ് ഓഫ് ഫണ്ട്. ഇപ്പൊ നമ്മളെ വാങ്ങിക്കാൻ തീരുമാനിച്ചു, നമുക്ക് ഇതിന് ഫണ്ട് വേണം, അല്ലെ? ഫണ്ട് വേണം. സോഴ്സ് ഓഫ് ഫണ്ട് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് വാങ്ങിക്കണമെങ്കിൽ? ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് 4 രീതിയിലൂടെ വരുന്നുണ്ട്. ഒന്ന് ലോൺസിലൂടെ, നമുക്ക് ലോൺ എടുത്തുകൊണ്ട് തന്നെ എക്യുപ്മെന്റ്സ് വാങ്ങിക്കാൻ സാധിക്കും. അതായത് ഫണ്ടുകളുടെ സ്രോതസ്സുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? ഡിപ്രീസിയേഷൻ ഫണ്ട്. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബഡ്ജറ്റ് ഇടും. ആ ബഡ്ജറ്റിൽ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കുന്ന ഒരു ഫണ്ടാണെന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നിലവിലുള്ള അസറ്റിൽ എത്രത്തോളം പുതിയ സാധനങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഫണ്ടാണെന്ത്? ഡിപ്രീസിയേഷൻ ഫണ്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അതെന്താണ്? അതായത് ഹോസ്പിറ്റലിൽ വന്നു ചേരുന്ന ലാഭവുമായി ബന്ധപ്പെട്ട ഒരു ഫണ്ട് ഉണ്ടായിരിക്കും. അതായത് ഹോസ്പിറ്റലിലെ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്നും നമുക്ക് എന്താണ്? ആ ഒരു ഫണ്ട് ഉണ്ടായിരിക്കും. ആ ഒരു ഫണ്ടിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് ഉണ്ടാവും. എന്താണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്? സ്പെസിഫിക് പർപ്പസ് ഫണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട്, പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറ്റി വയ്ക്കുന്ന ഫണ്ട്സുകൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണത്? എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിൽ നമ്മള് ഇപ്പൊ സ്കോളർഷിപ്പിനൊക്കെ വേണ്ടി ഫണ്ട്സ് മാറ്റി വെക്കാറില്ലേ, കുട്ടികളുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്? അതൊക്കെ എന്താണ്? പ്രത്യേകമായി സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകൾ ഉൾപ്പെടാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജസിനൊക്കെ വേണ്ടി മാറ്റി വെച്ച ഫണ്ടുകൾ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ എന്തുണ്ടായിരിക്കും? നമുക്ക് ആ ഫണ്ട്സ് ഒക്കെ ഈ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്രോതസ്സുകളാണ്. അപ്പൊ നമുക്ക് ഒരു മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്രോതസ്സിലൂടെ നമുക്ക് പണം ലഭ്യമാക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിലൊന്നെന്താണ്? ലോൺസ്, അല്ലെ? ഒന്ന് ലോൺ ഉണ്ട്, പിന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട്, അതായത് പ്രത്യേകമായിട്ട് പുതിയ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ഫണ്ട് ഉണ്ടായിരിക്കാം. പിന്നെ ഹോസ്പിറ്റലിന്റെ ലാഭത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഫണ്ട്, പിന്നെ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്. ഇത്തരം ഫണ്ട്സിൽ നിന്നൊക്കെ എന്താണ്? നമുക്ക് പൈസ എടുത്തിട്ട് മെറ്റീരിയൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്ന സ്രോതസ്സുകളാണ്. മനസ്സിലായോ? ഫസ്റ്റും സെക്കൻഡും പോയിന്റ്സ് മനസ്സിലായോ? യെസ്. Then decision makers. Decision makers.
ഓക്കെ, നമ്മൾ ഫണ്ടൊക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് തീരുമാനിച്ചു. ഡിസിഷൻ മേക്കേഴ്സ് ആരാണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാമെന്ന തീരുമാനം എടുക്കുന്നത് ആരൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പൊ ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഡിസിഷൻ മേക്കേഴ്സ് ആണ് ആരൊക്കെയാണ്? ടോപ്പ് മാനേജർ തുടങ്ങി ബയോമെഡിക്കൽ എഞ്ചിനീയർ വരെ ആയിരിക്കും അതിന്റെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്, അതൊന്ന് പിക്ക് ചെയ്തിട്ടെ, കേട്ടോ. ഡിസിഷൻ മേക്കേഴ്സ് ആരൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ മുതൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ വരെ പിക്ക് ചെയ്യുക. അതായത് ഇവരുടെയൊക്കെ തീരുമാനം അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവരൊക്കെ ഓക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് എക്യുപ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി സപ്ലയേഴ്സ് എന്താണ്? നമ്മൾ ആരെയാണോ അവരിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരെ നമ്മളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ആരിൽ നിന്നാണോ വാങ്ങിക്കേണ്ടതെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, then information from expert and person who deal with it. ഇനി നമ്മൾ ഒരു സപ്ലയറിനെ കണ്ടെത്തി എന്ന് വിചാരിക്കാം. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്? അതായത് ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പേർട്ട് ആയിട്ടുള്ള ആളെ കൊണ്ടുകൂടി, എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺസിനെ കൂടി അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഒന്നുകൂടി, അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. മെറ്റീരിയൽസ് എടുത്ത് അല്ലെങ്കിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മറ്റ് കമ്പനീസുമായിട്ട് ഇടപാടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുമായിട്ട് എന്താണെന്ന് ചർച്ച ചെയ്യാം, അല്ലെ? അവരിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് മാത്രമായിരിക്കണം നമ്മൾ ആ ഡീൽ അവിടെ ഉറപ്പിക്കേണ്ടത്. ഓക്കെ, എക്സ്പേർട്ട് എന്ന് പറയുന്ന പരിചയസമ്പന്നരായിട്ടുള്ള പേഴ്സൺസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരിൽ നിന്നുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം സാധനങ്ങൾ വാങ്ങിക്കാം. Then is the instrument helpful to our institution? Is the instrument helpful to our institution? നമ്മൾ ഒന്നുകൂടി ഒരു പരിചയം, അതായത് നമ്മൾ ഈ വാങ്ങിക്കാൻ പോകുന്ന ഉപകരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഹോസ്പിറ്റലിന് ഉപകാരപ്രദമാകുമോ എന്നൊന്നുകൂടി നമ്മൾ ഒരു വട്ടം കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. കമ്പാരിറ്റീവ് സ്റ്റഡി, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. കരാറുകളുമായിട്ട് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തിരുന്നു. ഏറ്റവും നല്ല കരാറുള്ളത് ഏതാണ്, അതിൽ നിന്നായിരിക്കും നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും നമുക്ക് നല്ല പ്രൈസിൽ കിട്ടുന്നത് ഏത് കരാറാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്. എന്താണ്? ഇപ്പൊ മെറ്റീരിയൽ വാങ്ങാനായിട്ട് നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കണം, അല്ലെ? ഫിനാൻഷ്യൽ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്? അത് വാങ്ങാനുള്ള ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കണം. നമ്മൾ സോഴ്സ് കണ്ടെത്തി, അല്ലെ? ഏതൊക്കെ സോഴ്സിലൂടെ പണം കിട്ടുമെന്ന് നമ്മൾ കണ്ടെത്തി. അതിനുള്ള ബഡ്ജറ്റ് തയ്യാറാക്കണം. പിന്നെ എന്താണ്? കോസ്റ്റ് ചെയ്യണം. കോസ്റ്റിംഗ് എന്താണ്? എത്ര രൂപക്ക് നമുക്കത് വാങ്ങിക്കാൻ പറ്റും, അല്ലെ? എത്ര ബഡ്ജറ്റ് തയ്യാറാക്കിയതിനു ശേഷം എത്ര രൂപക്ക് നമുക്ക് മെറ്റീരിയൽസ് എടുക്കാൻ പറ്റുമെന്ന് അവിടെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഫിനാൻഷ്യൽ ടൂൾസ് വരുന്നതാണ് ബഡ്ജറ്റിങ്ങും കോസ്റ്റിങ്ങും. നമ്മൾ തീരുമാനിച്ച ഫണ്ടിൽ നിന്നും ഏത് ബഡ്ജറ്റ് തയ്യാറാക്കണം, എത്ര രൂപയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റും എന്നൊക്കെ നമ്മൾ അവിടെ തീരുമാനിക്കുന്നു. പിന്നെന്താണ്? പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. AC for some equipment, space of room, protective measures like rough walls for X-ray rooms. ഇനി നമ്മൾ ബഡ്ജറ്റ് കിട്ടു, സാധനം നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഇനി അത് പർച്ചേസ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനം പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ? വാങ്ങിച്ച മെറ്റീരിയൽ ഒക്കെ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെ? വാങ്ങിച്ച മെറ്റീരിയൽസ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഇപ്പൊ AC എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചില മെറ്റീരിയൽസിൽ എന്താണ്? X-ray റൂംസിലേക്ക് നമ്മൾ റഫ് വാൾസ് ഒക്കെ ആയിരിക്കും. അവിടെ എന്താണ്? പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാം. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്താണ്? ഇതെല്ലാം നോക്കിയിട്ട് ശേഷം മാത്രമല്ല പർച്ചേസ് ചെയ്ത സാധനങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയും കൂടി വേണം. അല്ലെങ്കിൽ വെറുതെ സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, വാങ്ങിച്ച സാധനങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് എവിടെയാണോ, ഏത് ഏരിയയിലാണോ, ഏത് സ്പേസിലാണോ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളത്, ഇപ്പൊ X-ray റൂംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഡാർക്ക് റൂംസ് ആണ്, അല്ലെ?
ഓക്കെ, അപ്പൊ അതിന്റെ വാൾ എന്ന് പറയുന്നത് അറിയാലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വാൾസിന് ഇത്ര ഇഞ്ച് തിക്നെസ് ഒക്കെ ആവശ്യമുള്ളതാണ്. അപ്പൊ അവിടെ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്കത് പ്രൊഡക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് 9 മേജർ സ്റ്റെപ്സ് ഓഫ് പർച്ചേസിംഗ് ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ 9 മേജർ സ്റ്റെപ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറയാണ് കേട്ടോ. നമ്മൾ അതിനെ മുൻകൂട്ടി കാണിക്കും. വാങ്ങിക്കുന്ന സാധനങ്ങള് വാങ്ങിക്കാൻ പോകുന്ന സാധനത്തെ കുറിച്ച് നമ്മളൊന്ന് ഫോർകാസ്റ്റ് ചെയ്യും. ഇതൊക്കെ വാങ്ങിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചാൽ നമുക്ക് ഉപകാരപ്രദമായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ അതിന് വേണ്ടി ഫണ്ട് കണ്ടെത്തുന്നത്. ലോൺസിലൂടെ അല്ലെങ്കിൽ മറ്റ് സ്പെസിഫിക് ഫണ്ട്സിലൂടെയൊക്കെ നമുക്ക് അതിന്റെ സ്രോതസ് കണ്ടുപിടിക്കാം. പിന്നെ ഡിസിഷൻ മേക്കേഴ്സിന്റെ തീരുമാനം അനുസരിച്ചിട്ടായിരിക്കും അവിടെ സമ്മതം ലഭിക്കുന്നത്, അല്ലെങ്കിൽ കൺസേൺ ലഭിക്കുന്നത്. ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ടോപ്പ് മാനേജ്മെന്റ് മുതൽ ബയോമെഡിക്കൽ എഞ്ചിനീയർ വരെ ഇതിൽ ഉൾപ്പെടുന്നു. നല്ലൊരു സപ്ലയറെ നമ്മൾ കണ്ടക്ട് ചെയ്യും, കാണുന്നു. ദെൻ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു വട്ടം കൂടി നമ്മൾ എന്താണ് ഇൻസ്ട്രുമെന്റ് ഹോസ്പിറ്റലിന് ഉപകാരപ്രദമാണോ എന്ന് കൂടി ഒന്ന് അനലൈസ് ചെയ്യും. പിന്നെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുന്നു. നമ്മൾ കൊടുക്കുന്ന കരാറ് കൃത്യമായിട്ടുള്ള കരാറ്, നല്ലൊരു കൊട്ടേഷൻസ് ആണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. സാധനം വാങ്ങിയുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. എത്ര രൂപക്ക് നമുക്കത് വാങ്ങിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പ്രിപ്പയർഡ് ആവുന്നു. പിന്നെ സാധനം പർച്ചേസ് ചെയ്യുന്നു, കൃത്യമായ രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് നടക്കുന്നത്? പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റിന്റെ പ്രധാന സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നിങ്ങൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണേ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ.